ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് കിച്ചണിൽ കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ഇക്ക നാട്ടിൽ നിന്ന് വരുവാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നാട്ടിലായിരുന്നു. അപ്പോൾ ആൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കണമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായത് കേട്ടോ. ഞാനും ഹാസിമും നന്നായിട്ട് പനി പിടിച്ച് സൈഡായിട്ടിരിക്കുകയാണ്. എന്നാലും വരുമ്പോൾ തന്നെ ഇനി പുറത്തുനിന്ന് വാങ്ങിക്കണ്ടല്ലോ എന്ന് കരുതി എന്തായാലും അങ്ങനെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ പഴമൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ ശർക്കരയിലിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. പഴവും അവലും തേങ്ങയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതാക്കി എടുക്കുന്നുണ്ട്. അതേപോലെ ഇടിയപ്പവും മുട്ടക്കറിയാണ് കേട്ടോ മെയിൻ മെനു. അപ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് മത്തങ്ങ വെച്ചിട്ട് ഇടിയപ്പം ആക്കാമെന്ന് വിചാരിച്ചിട്ട് മത്തങ്ങ വാങ്ങിയത് ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു കളറ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല പേസ്റ്റായിട്ട് അരച്ച് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മത്തങ്ങ കുറച്ച് പഴുപ്പ് കുറവായതുകൊണ്ട് തന്നെ ആ ഒരു കളറ് കിട്ടിയില്ല കേട്ടോ. ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറാണ്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോഴും മനസ്സിലാവില്ല എന്നാണ് തോന്നുന്നത്. കാരണം കുറച്ചും കൂടി ഒരു കളറ് ഭംഗിയിൽ വരണമെങ്കിൽ നല്ല പഴുത്ത മത്തങ്ങ തന്നെ വേണം. അപ്പോൾ എന്തായാലും സംഭവം ഫ്ലോപ്പായിട്ടുണ്ട്. പഴം നമ്മുടെ ശർക്കരയിൽ നന്നായിട്ട് വെന്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക, അവലിട്ട് കൊടുക്കുക. ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. അത് നമുക്കൊരു സ്റ്റാർട്ടർ പോലെ കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. ഇക്ക നാട്ടിൽ നിന്ന് വെളുപ്പിനെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ കിടക്കാനും ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. രാത്രി ഉറങ്ങാനൊന്നും പറ്റണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ തന്നെ കിച്ചണിലേക്ക് കയറി നേരത്തെ പണിയൊക്കെ കഴിച്ചു വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പിള്ളേരും എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. പക്ഷെ ഇക്ക കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ട് 8:30 മണിയൊക്കെ ആയപ്പോൾ എത്തി. ഒരു 10 മണിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പോൾ ആ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ആളെത്തിയിട്ടുണ്ട്. അങ്ങനെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് മുട്ടയൊക്കെ പുഴുകാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. സവാളയും കാര്യങ്ങളൊക്കെ അതേ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇടിയപ്പം എന്തായാലും ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ട്രിപ്പും കൂടിയുണ്ട്. ഞാൻ എപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴും 2 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കും. പിറ്റേ ദിവസം അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. ഇടിയപ്പം ഉണ്ടാക്കൽ കുറച്ചൊരു പണി തന്നെയാണ്. ക്ലീനിങ് ആണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് വട്ടത്തുള്ള ക്ലീനിങ് നല്ല പണിയായിരിക്കുമല്ലോ. ആരെങ്കിലും വരും എന്നറിഞ്ഞാൽ തന്നെ ഞാൻ അപ്പം തന്നെ മെനു പ്ലാൻ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാര്യം ഒട്ടും വയ്യെങ്കിൽ കൂടി എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ എന്തായാലും എനിക്കൊരു പുഡിങ് ആക്കണം. ഉച്ചക്കത്തേക്ക് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഈസി ആയിട്ടുള്ളൊരു ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ആക്കാമെന്നാണ് വിചാരിച്ചത്. ഇടിയപ്പത്തിൻ്റെയും മുട്ടക്കറിയുടെയും ഓൾമോസ്റ്റ് പണി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ആദ്യം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചൺ ഒതുക്കിയതിന് ശേഷം മാത്രമേ ഞാൻ അടുത്ത പണിയിലേക്ക് പോകാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വട്ടു പിടിക്കും. കാരണം നമുക്ക് ചെറിയൊരു സ്പേസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിൻ്റെ പരിപാടിയും കൂടി നോക്കണം. അതേപോലെ പുഡിങ് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. വേറെ പുഡിങ്ങൊന്നുമല്ല, നമ്മുടെ ബെറി ചീസ് പുഡിങ് ഉണ്ടല്ലോ, അതൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അന്ന്. ഇതിപ്പോൾ ഞാനൊരു 4ാമത്തെ തവണയാണ് കേട്ടോ പുഡിങ് ആക്കുന്നത്. ഇക്കാക്ക് ഇപ്പോൾ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു. പിള്ളേർക്കത് ഇടിയപ്പം തലേദിവസത്തെ ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. ഇക്ക നേരത്തെ എത്തിയെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടൊരു 11:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഇവരുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മളും ഫുഡൊക്കെ കഴിച്ചു. അതിന് ശേഷമാണ് കേട്ടോ പുഡിങ്ങൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അങ്ങനെ ഇടിയപ്പവും മുട്ടക്കറിയും നമ്മുടെ അവലും പഴമൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. നെക്സ്റ്റ് പരിപാടി ഇതേ പുഡിങ്ങാണ്. പുഡിങ്ങിന് വേണ്ടിയിട്ട് ബ്ലൂബെറിയും സ്ട്രോബെറിയും ഞാൻ ഇതേ ജാമ് പോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തതായിരുന്നു. നമ്മുടെ ഫ്രഷ് ക്രീമും വിപ്പിംഗ് ക്രീം, മിൽക്ക് മെയ്ഡ്, അതേപോലെ ഫിലാഡൽഫിയയുടെ ക്രീം ചീസ്, ഈ 4 കൂടിയാണ് കേട്ടോ മിക്സ് ചെയ്ത് വെച്ചേക്കണേ. അതിലേക്ക് ഈ ജാമും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് ബിസ്ക്കറ്റ് ലെയർ ചെയ്ത് ഫ്രീസറിൽ 1 അവർ സെറ്റ് ചെയ്തതിന് ശേഷം താഴേക്ക് വെച്ചാൽ മതി. അത് അറ്റ്ലീസ്റ്റ് ഒരു 8 മണിക്കൂറെങ്കിലും ഇരിക്കണം കേട്ടോ, എന്നാലാണ് അത് സെറ്റായി വരുള്ളൂ. അതുകൊണ്ട് തന്നെ രാത്രിയാണ് ഞങ്ങൾ കഴിച്ചത്. ഉച്ചക്കത്തേക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തലേദിവസം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചെങ്കിലും ശരീരം അത് അനുവദിച്ചില്ല കേട്ടോ, ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അങ്ങനെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ പുഡിങ് അത്യാവശ്യം ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. സൂംബക്കും ഒന്നും പോണില്ല. വെയിറ്റൊക്കെ എത്രയാവുമെന്ന് യാതൊരു ഐഡിയ ഇല്ല. കാരണം ക്രീം ചീസൊക്കെ അങ്ങനെ ഒരുപാട് കഴിച്ചാലും ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇത് ഉണ്ടാക്കണ്ടെന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വിചാരിക്കണത്. കാരണം അത്രയും ഹെവിയാണ്. അപ്പോൾ എപ്പോഴൊന്നും ഉണ്ടാക്കി കഴിക്കാനായിട്ട് നല്ലതല്ല നമ്മുടെ ഏജുകാർക്ക്. കുട്ടികളൊക്കെ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ മക്കൾക്ക് സ്ട്രോബെറിയുടെ ആ ഒരു മിക്സ് ആഡ് ചെയ്യുന്നത് വലിയ ഇഷ്ടമല്ല. അതില്ലാത്ത ആ ഒരു ക്രീം ചീസിൻ്റെ മിക്സ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കത് മാത്രമായിട്ട് ഞാനൊരു ദിവസം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഈ ഒരു ഇറ്റാലിയൻ ബിസ്ക്കറ്റ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. നാട്ടിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ലുലുവിലുണ്ടാവും. അതേപോലെ ഇവിടെ നെസ്റ്റോ, ഗ്രാൻഡ് എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ചാൽ കിട്ടുമായിരിക്കും കേട്ടോ. ഗ്രാൻഡിൽ എന്തായാലും ഉണ്ട്, അത് തന്നെ സമാധാനം. ഇതിൻ്റെ ഇടയിൽ ഹംദാൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂൾ അടച്ചേക്കണോണ്ട് അവനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇതേ ഒന്നും കൂടി എടുത്തതാണ്. ഭാഗ്യത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതേ ഫുഡ് രണ്ടാമത് സെർവ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഹംദാനും അവൻ്റെ കൂടെ കൂടി കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ലഞ്ചിൻ്റെ പരിപാടിക്കായിട്ട് ഇത് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഇതൊരു ഈസി ചില്ലി ചിക്കനാണ് കേട്ടോ. ആദ്യം തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ രീതിയിൽ നന്നായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ചിക്കനും നമ്മുടെ സോയാ സോസ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ ഒരു 3/4 ഭാഗം വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് സവാളയും ക്യാപ്സിക്കോ ഒന്ന് കട്ട് ചെയ്ത് ആഡ് ചെയ്യാം. സവാളയും ക്യാപ്സിക്കോ ഒക്കെ ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ക്യൂബിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചില്ലി ഫ്ലേക്സും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതാണ് ഇതിൻ്റെ ഫ്ലേവർ. പിന്നെ നമ്മൾ ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം ഗ്രേവിയോടുകൂടി തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ടേസ്റ്റും കാണാനും ഭംഗി. അപ്പോൾ മാക്സിമം സോയാ സോസൊക്കെ ഒഴിച്ച് ചിക്കൻ്റെ കളറ് മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഗ്രീൻ ചില്ലി സോസും ഉണ്ടായിരുന്നു. അപ്പോൾ അതും ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആഡ് ചെയ്തത്. എന്നിട്ട് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കളറ് മാറ്റി ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ വൈറ്റ് കളറായിട്ടൊന്നും ഇരിക്കണത് ഇഷ്ടമല്ല കേട്ടോ ചിക്കനൊന്നും. പിള്ളേർക്ക് പിന്നെ ചിക്കൻ ആയാൽ മതി, വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ അത് മാറ്റിയിട്ട് ഞാനത് ഫ്രൈഡ് റൈസ് ആക്കാൻ വേണ്ടിയിട്ട് പാൻ വെക്കുന്നുണ്ട്. റൈസ് വേറെ സെപ്പറേറ്റ് വേവിച്ചെടുക്കുകയാണ്. അതിലേക്ക് ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നന്നാക്കി എടുക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒക്കെ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആൾ ലഞ്ചിന് വന്നത് ഒരു 3 മണി ആ ഒരു സമയത്താണ്. ഇപ്പോൾ ഹാസിമിന് മാത്രം പ്ലേ സ്കൂളുള്ളൂ. ബാക്കി പിള്ളേർക്കെല്ലാം സ്കൂളും കാര്യങ്ങളൊക്കെ അടച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് പിള്ളേർ കളിക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് തന്നെ കേട്ടോ ഹാസിമിനെ ഞാൻ പ്ലേ സ്കൂളിലേക്ക് ആക്കുന്നത്. അവന് ടൈമും കൺവീനിയൻ്റ് ആണ്. ഏതൊരു സമയത്ത് വേണമെങ്കിലും ആക്കിയാൽ മതി. മോർണിംഗ് 8 to രാത്രി 9 വരെയുള്ള ഏത് 4 hours ആക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ ഈവനിങ് 3:30 ആ ഒരു സമയത്ത് ആക്കിയിട്ട് ഒരു 7 മണി ആ ഒരു സമയത്താണ് കേട്ടോ ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാം, കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ട് പാർക്കിലിരിക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് വളരെ പ്ലാൻഡായിട്ട് ഹാസിമിനെ ആ ഒരു സമയത്താണ് പ്ലേ സ്കൂളിലേക്ക് വിടാറ്. സ്കൂൾ അടച്ച് പിന്നെ ഹംദാനും ഹാറൂനും ആണ് കേട്ടോ ഡ്യൂട്ടി. 2 ദിവസം ഹംദാനാണെങ്കിൽ 2 ദിവസം ഹാറൂനാണ് കൊണ്ടുപോയി ആക്കുന്നത്. ആളും കുഴപ്പമൊന്നുമില്ല, ആൾക്ക് പ്ലേ സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് പാൻ വെച്ച് നമ്മുടെ ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 മുട്ട ആഡ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മുടെ വെന്ത റൈസ് ഉണ്ടല്ലോ അതും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഫ്രൈഡ് റൈസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വെജിറ്റബിൾ റൈസ് അത്രേ ഉള്ളൂ. ഞാനങ്ങനെ വലിയ ഫോമലായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ കുറച്ചൊരു സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ ആക്കി ഹാറൂന് ഫുഡ് കൊടുത്തു കേട്ടോ. കാരണം ഹംദാൻ 2 തവണ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുകൊണ്ട് ആളതേ ഫ്രണ്ടിൻ്റെ കൂടെ പുറത്തേക്ക് പോയി. ആർക്കും ഒന്നും വേണ്ട, ഇക്കായുമില്ല. ഹാസിമിനെ ഞാൻ ഹംദാൻ്റെ കൂടെ തന്നെ പറഞ്ഞയച്ചിട്ടുണ്ട്. അങ്ങനെ ഹാറൂന് ഞാൻ ലഞ്ച് കൊടുത്ത് അപ്പോഴത്തേനും ഒരു 3:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്കാക്കും ഫുഡൊക്കെ കൊടുത്ത് ഞാൻ പയ്യെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ. ഞാനും രാവിലെ ഇടിയപ്പം കഴിച്ചതാണ് കേട്ടോ. ഫുഡ് ഉണ്ടാക്കിയെങ്കിലും ഇതൊന്നും കഴിക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് അവിടെ കപ്പയും മീൻകറിയും കണ്ടത് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഒന്നും നോക്കിയില്ല, കപ്പയും മീൻകറിയും കൂടി കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. വലിയ മത്തിയായിരുന്നു കേട്ടോ, ഒരു മത്തി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള പിടിവലിയാണ് ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഹാസിമിനെയൊക്കെ വിളിച്ച് 7 മണിയായപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഇക്ക വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ചെറിയ ചെറിയ സ്പെഷ്യലുകളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.